ഹായ് ഹലോ നമസ്കാരം. പെറ്റ്സ് ഹോം ടി വി എമ്മിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ റാംപൂരിയുടെ വിശേഷങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, റാംപൂരിക്ക് ഇന്നലെ നമ്മൾ ഈ പെയറിന് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഇന്നലെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു ഷോപ്പിൽ കയറിയപ്പോൾ യാദർച്ഛികമായി രണ്ടെണ്ണം ഇരിക്കണം. അതിൽ ഒരെണ്ണം നമ്മൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്, ഒരെണ്ണം നമ്മുടെ വേറെ ബ്രീഡിംഗ് സെറ്റിനും കൊടുത്തിട്ടുണ്ട്. കാരണം ഇവർ ഈ മുട്ട ഇത് ഫുള്ള് ഇങ്ങനെ ഉരുട്ടി 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 ഒരു പരുവാക്കി. അപ്പം ഇവർക്ക് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓ പൊളിച്ചടിക്ക്. അപ്പോൾ നമ്മുടെ റാംപൂരി വിശേഷങ്ങളിൽ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേർഡിൻ്റെ എഗ്ഗ് നമ്മൾ ഇട്ട ദിവസവും നോട്ട് ചെയ്ത് വെക്കാത്തത് കൊണ്ട് കൃത്യമായിട്ട് അറിയത്തില്ല ഇത് എത്ര ദിവസമായി എന്നുള്ളത്. ഞാൻ ഫോട്ടോസൊന്നും എടുത്ത് വെച്ചില്ല, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എഗ്ഗ് ഇന്നലെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ 2 എഗ്ഗിനും ലൈഫുണ്ട്. അത് നമ്മൾ വിചാരിച്ചത് കുറച്ച് ദിവസം കൂടെ പോട്ടെ എന്നാണ്, എന്താവും എന്നുള്ളത് അറിയാമല്ലോ. ഓക്കെ, പിന്നെ നമ്മുടെ അടുത്ത് ഇന്നലെ 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരൊന്നുമല്ല, കുറച്ച് പേര് നമുക്ക് കമൻറ്റ് വഴി ചോദിച്ചു ബേർഡ്സ് കൊടുക്കാനുണ്ടെന്ന്. നമ്മുടെ കയ്യിൽ ഇപ്പം ബ്രീഡിംഗ് സ്റ്റോക്കുകളെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. കാരണം നമുക്കിപ്പോൾ ഒരു 4 ബ്രീഡിംഗ് സ്റ്റോക്കും ഒരു മൊത്തം 3 ഫീമെയിൽസും, ബ്രീഡിംഗ് സ്റ്റോക്കിന് പുറമെ 3 ഫീമെയിൽസ്, സെപ്പറേറ്റ് ഫീമെയിൽസ് മാത്രമേ നമ്മുടെ കൈവശം ഇപ്പോൾ ഉള്ളൂ. അപ്പം നമ്മുടെ കയ്യിൽ കുഞ്ഞിറങ്ങിയിട്ട് നമ്മൾ ഉടനെ അങ്ങനെ സെയിൽ ചെയ്യാനുള്ള പ്ലാനില്ല. കുഞ്ഞിറങ്ങി നമ്മൾ മറ്റേ വെട്ടിവെക്കൽ പരിപാടിയോ അല്ലെങ്കിൽ കൂട്ടിനകത്ത് സൂക്ഷിക്കുക, ബ്രീഡിംഗ് സെറ്റാക്കുക, അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ നമ്മളെ ബ്രീഡിംഗ് സ്റ്റോക്കുണ്ട്. നമ്മൾ കുഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറപ്പിക്കും. പറത്തിച്ച് നോക്കി അത് എത്രത്തോളം പരമാവധി പറക്കും, അതിൻ്റെ എല്ലാവിധ രീതികളും അറിവുണ്ടോ എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പുറത്ത് സെയിൽ ചെയ്യാനുള്ള പ്ലാനുള്ളൂ. അപ്പോൾ ആരും ഇനി സെയിലുണ്ടോ എന്ന് ചോദിക്കരുത്. ഓക്കെ, കാരണം നമ്മളെ സെയിലില്ല. നമ്മളിൽ തന്നെ ഈ 2 ബ്രീഡിംഗ് സ്റ്റോക്കുകളുണ്ട്. ഇവരുടെ എഗ്ഗ് എടുത്തിട്ട് ഇവരുടെ കുഞ്ഞുങ്ങളെ നോക്കണം. എന്നിട്ട് അതിൽ നിന്ന് നമുക്കൊരു ബ്രീഡിംഗ് സ്റ്റോക്ക് ഉണ്ടാക്കിയിട്ടൊക്കെ സെയിലിന് വിടാൻ പ്ലാനുള്ളൂ. ഓക്കെ, കാരണം നിങ്ങൾ നമ്മളെ നിന്ന് മേടിച്ചുകൊണ്ട് വരും, നാളെ നമുക്ക് പരാതി വെക്കാൻ വയ്യ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഹൈ ഫ്ലയർ എന്ന് പറയുന്ന സാധനം ഉയരത്തി പറക്കണ ബേർഡാണ്. പക്ഷേ പെട്ടെന്ന് ഉയരത്തി പോയിട്ട് തിരിച്ചു വന്നിട്ട് കാര്യമില്ലല്ലോ. മിനിമം നമ്മൾ മുന്നേ ഞാൻ കൂട് വെച്ചിരുന്ന സമയത്ത് ഈ ഹൈ ഫ്ലയർ നമ്മൾ ഈ റാഗിയും കമ്പനും ഒക്കെ കൊടുത്ത് മാത്രം തന്നെ ബേർഡ് ഏകദേശം ഒരു എങ്ങനെ പോയാലും ഒരു 6 to 9 hours ഒക്കെ ചുമ്മാ പറന്ന് കയറും കേട്ടോ. പിന്നെ അതിനപ്പുറം ട്രെയിനിങ്ങിലോട്ട് നമ്മൾ പോയിട്ടില്ല, അതിനുള്ള സമയം ഉണ്ടായിരുന്നിട്ടില്ല. അപ്പോൾ ബേർഡ് നല്ല ഫ്ലൈയിങ് കേപ്പബിലിറ്റി ഒക്കെ ഉള്ള ബേർഡ്സാണ് ഈ റാംപൂരി ബ്ലഡ് ലൈൻ. അതിലിപ്പോൾ ഈ കിട്ടിയ ബേർഡ്സൊക്കെ അത്രയും പെർഫോം ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം നമ്മളിവിടെ പറത്താതെ റിസൾട്ട് അറിയാതെ നിങ്ങൾക്ക് തരുന്നത് ശരിയല്ല. ഓക്കെ, പിന്നെ നമ്മുടെ കയ്യിലുള്ള കോണ്ടാക്ട്സ് വെച്ചിട്ട് ഞാൻ 1-2 പേരത്തൊക്കെ ഇന്നലെ തന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അവരിലൊന്നും ഇപ്പം കുറേ പേര് റാംപൂരി സ്റ്റോക്ക് ഒഴിവാക്കി. കാരണം മറ്റൊന്നും കൊണ്ടില്ല, അവരൊക്കെ പറവയിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇത് ഒരു ബേർഡോ അല്ലെങ്കിൽ ഒരു പേരെങ്ങാനൊക്കെ അവർ കൂട്ടിൽ സ്റ്റോക്ക് ചെയ്യാറുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ ചിക്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ആരെങ്കിലുമൊക്കെ പെയർ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയിൽ തന്നെ അതിൻ്റെ സെയിൽ പോസ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി. കോൺടാക്ട് നമ്പറൊക്കെ നമ്മൾ അതിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും. പക്ഷേ അതിന് നമ്മൾ ഉത്തരവാദികളല്ല കേട്ടോ. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ബേർഡിൻ്റെ ഓണറുമായിട്ട് നേരിട്ട് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാം. ഇത് ഇന്നലെ കുറച്ച് ചേട്ടന്മാർ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പുതിയതായിട്ട് റാംപൂരി വളർത്താൻ ഉദ്ദേശിക്കുന്ന അനിയന്മാരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, എന്നുവെച്ചാൽ പ്രാവ് എക്സ്പീരിയൻസ് ഇല്ലാതെ റാംപൂരിയിൽ വളർത്താനായിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പറവേനെക്കാട്ടിലും ഉപരി ഇതിൽ വളർത്തി പഠിച്ചിട്ട് പറവയിലോട്ടൊക്കെ പോകുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കാരണം ഇത് കുറച്ചുകൂടി കയ്യിൽ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമുള്ളൊരു ബേർഡാണ്. പെട്ടെന്ന് നമ്മളുമായിട്ട് ട്രെയിൻ ചെയ്യാം. ലോഫ്റ്റുമായിട്ട് ബേർഡ് പെട്ടെന്ന് പഠിക്കും. ചുറ്റിപ്പിനൊക്കെ എളുപ്പമുള്ളത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ. ഇത് വേറെ പറവപ്രാവിനെ മോശം പറയണമല്ല. എൻ്റെ പേഴ്സണലി ഞാൻ തുടക്കത്തിൽ റാംപൂരിനെ വളർത്തിയതുകൊണ്ടും പറവേനയും വെച്ചതിൽ രണ്ടിൽ എനിക്ക് ഡിഫറെൻ്റായിട്ട് ഫീൽ ചെയ്ത കാര്യമാണ് ഇത്. ഓൾമോസ്റ്റ് ഒരു 6 to 9 hours പറത്താൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു ബേർഡാണ്. പക്ഷെ നിങ്ങൾക്കതിന് ഒരു പൈലറ്റ് ബേർഡായിട്ടോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ നാടൻ പറവപ്രാവുകളെ കൂടെ, നാടൻ പറവപ്രാവ് എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ നാട്ടിൽ ടൂർണമെൻറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന പറവപ്രാവുകളോടൊപ്പം പറത്താൻ പറ്റിയൊരു പ്രാവല്ല. 2 പേരും 2 ടൈപ്പ് ഫ്ലൈയിങ് രീതിയാണ്. ഓക്കെ,
നമ്മുടെ പറവപ്രാവുകൾ നല്ല ലോങ് വലിഞ്ഞും ഒരു മീഡിയം ലെവലിൽ ഒരുപാട് നേരം പറക്കണ ഒരു പ്രാവാണ്. പക്ഷെ റാംപൂരി ഹൈ ഫ്ലയേഴ്സും ടെഡി ഹൈ ഫ്ലയേഴ്സ് അങ്ങനെയുള്ള നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ പാകിസ്ഥാനി ബേർഡ്സിൻ്റെ ഒക്കെ ഒരു ഫ്ലൈയിങ് കേപ്പബിലിറ്റി എന്ന് വെച്ചാൽ ഇവർക്ക് പരമാവധി ചൂടിൽ ഒരു 45 to 52 ഡിഗ്രി ചൂടിൽ വരെ പറക്കാനായിട്ടുള്ള ശേഷിയുണ്ട്. അതുപോലെ തന്നെ നല്ല ഉയരത്തിൽ പറക്കും. പിന്നെ ഒരു സ്പോട്ടിൽ മാത്രം നിന്ന് പറക്കുന്ന ടൈപ്പ് ഒരു ബേർഡാണ്. പക്ഷേ ഇതിൻ്റെ ഉയരത്തിൽ നിന്ന് കുറച്ച് താഴോട്ടിറക്കി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്കിതിനെ പറവയിലൊക്കെ ഉൾപ്പെടുത്താം. പക്ഷേ ഈ ഉയരം കാരണമാണ് നമുക്കിതിനെ പറവയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത്. പക്ഷേ ഈ നോർത്തിലും അല്ലാണ്ട് മിഡിൽ ഈസ്റ്റിലൊക്കെ ഒരുപാട് വീഡിയോസിൽ കാണാറുണ്ട് ഇതിലിവരെ കൂട്ടപ്പറവയായിട്ടൊക്കെ പറത്തിയിട്ട് അങ്ങനത്തെ എന്തൊക്കെ ടൂർണമെൻറ്റിനെ പറ്റി അതിൻ്റെ ഡീറ്റെയിൽ നമുക്കറിയത്തില്ല. അപ്പം തുടക്കക്കാർക്കൊക്കെ വളർത്താൻ പറ്റിയ ഒരു ബേർഡ് തന്നെയാണ്. ഇപ്പോൾ വലിയ അസുഖങ്ങളൊന്നും വരത്തില്ല, നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള ബേർഡ്സാണ്. ഓക്കെ, അപ്പം താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിൽ പോകണ നേരം സ്കൂളിൽ പോവുക, അത് കഴിഞ്ഞിട്ട് പ്രാവളത്തിൽ ഇറങ്ങാവൂ. ഓക്കെ, നമ്മൾ പറഞ്ഞതും കേട്ടിട്ടൊന്നും ചാടി അനിയന്മാരൊന്നും ഇറങ്ങരുത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം. നമുക്ക് അധികം വിശേഷം പറയാനുള്ളൂ. ഇനി മെയിൻ വിശേഷം എന്ന് പറയുന്നത് ഈ 2 കൂട്ടിലുള്ള പ്രാവിൻ്റെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞെങ്കിൽ മാത്രമേ വിശേഷമുള്ളൂ. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് കമൻറ്റിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇവരുടെ ഡീവോമിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആ വീഡിയോ പോയി കാണുക. ഓക്കെ, പിന്നെ നമ്മൾ ഈ ബേർഡ്സിനെയൊക്കെ നമ്മൾ കളക്ട് ചെയ്തത് പല സ്ഥലത്തു നിന്നാണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നിട്ട് ട്രിവാൻഡ്രത്തുള്ളൊരു ചേട്ടനാണെങ്കിലും ആ ചേട്ടൻ്റെ മെയിൻ ബേർഡല്ല, അവർ കണ്ണൂരിൽ നിന്ന് അവിടെ നിന്ന് എടുത്തതാണ്. ഇത് ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇതാ ഈ ഫീമെയിൽ കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന ബേർഡും അതുപോലെ അതിൻ്റെ പുറകിൽ നിൽക്കുന്നത് കൊല്ലത്തുള്ള സിർലേട്ടൻ്റെ ബേർഡ് തന്നെയാണ്. കാരണം സിർലേട്ടൻ അവിടെ ബ്രീഡിങ് സെറ്റിന് സ്റ്റോക്ക് ചെയ്ത് ബ്രീഡ് ചെയ്തെടുത്ത ഒരു ബേർഡാണ്. ഇതിൽ നിന്നും ഒരുപാട് ചിക്സ് പുള്ളി ഇറക്കിയിട്ടുണ്ട്, പറത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, മീൻസ് ഇപ്പോൾ ചേട്ടൻ പറത്തിയെന്നല്ല, ചേട്ടൻ കൊടുത്ത ആൾക്കാർ പറത്തിയിട്ടുണ്ട് എന്നാണ്. പുള്ളിയാണ് നമുക്ക് ആദ്യമേ റാംപൂരി തരുന്നത്. ഓക്കെ, സിറിൽ കൊട്ടാരക്കര. ഓക്കെ, പുള്ളിയിൽ ഒത്തിരി ഹോമോസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പുള്ളി ഇപ്പം നാട്ടിലില്ല. ഓക്കെ, അപ്പം സിറിലേട്ട നിങ്ങൾക്ക് ഇവിടെ ഫാൻ ബേസൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റാംപൂരീസ് വിശേഷങ്ങൾ. മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഉടനെ ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, ഇതാ നമ്മളെ ബേർഡ് ചട്ടിയൊക്കെ വെച്ച് കൊടുത്തുകൊണ്ട് അതിലങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. അത് കയറിയിരിക്കുന്നു ഇറങ്ങുന്ന ഒരു സെറ്റപ്പിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം എല്ലാവർക്കും ശുഭദിനം.